ഓഫീസർ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചതിൽ കുറച്ചുകൂടി അടുത്താണ്. 70 നോട്ടിക്കൽ മൈൽ ബേപ്പൂരിൽ നിന്നാണ് നടത്താൻ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, അത്രയും ഇല്ല. അതിനേക്കാൾ 45 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അഴീക്കലിൽ നിന്ന് പിന്നെയും അടുത്താണ്. ബേപ്പൂരിൽ നിന്ന് അടുത്താണ്. അഴീക്കലിൽ നിന്ന് അതിൽ പിന്നെയും കുറവ് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ക്യാപ്റ്റൻ ഹരി വാര്യർ പറയുന്നത്. ഇതിനെപ്പറ്റി ആദ്യം വിവരം കിട്ടുന്നത് കപ്പൽ കമ്പനി ഏജന്റ് വിളിച്ച് പറയുമ്പോഴാണ്. ഇപ്പൊ ഈ രീതിയിൽ കപ്പൽ കമ്പനി ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ട്. 10 ആംബുലൻസുകൾ സജ്ജമാക്കി നിർത്താനാണ് കപ്പൽ കമ്പനി ഏജന്റ് മുഖേന ഈ കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രകാരമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ 5 പേർക്ക് പൊള്ളലുണ്ട്. അതിൽ 1-2 പേരുടെ നില ഗുരുതരമാണ് എന്നും ചില സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. രക്ഷാദൌത്യത്തിന് കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളടക്കം ഡോഡൽ നിരീക്ഷണമടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിലെന്തായാലും തീ പിടിക്കുന്ന രീതിയിലുള്ള ഹോസ്റ്റലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ക്ലാസ് 3 വിഭാഗത്തിൽപ്പെട്ട വർഗീകരണത്തിൽപ്പെട്ട തീ പിടിക്കാൻ സാധ്യതയുള്ള വായുസ്പർശം ഏറ്റാൽ തീ പിടിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷനുണ്ടായാൽ തീ പിടിക്കുന്ന വസ്തുക്കളൊക്കെ ഈ പറഞ്ഞ കണ്ടെയ്നറുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. കപ്പലിന്റെ നിയന്ത്രണം ഏതാണ്ട് നഷ്ടമായി എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ജീവനക്കാർ ആ കപ്പലില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ നിയന്ത്രണം നഷ്ടമായി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഏത് രീതിയിലാണ് ഈ തീപിടുത്തം നിയന്ത്രിക്കാനുള്ള നടപടികൾ മുന്നോട്ടേക്ക് പോകുന്നതുകൊണ്ടാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇതിൽ വിഷാംശമുള്ള അല്ലെങ്കിൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ ഉണ്ട് എന്നാണ് ഏതാണ്ട് സ്ഥിരീകരിച്ച് പറയാൻ